إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ മുഹറം മാസത്തിന്റെ പവിത്രതയും അതിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ചും എന്നെയും നിങ്ങളെയും ഉണർത്തി. എന്നാൽ ഈ ഹിജ്റയിൽ അല്ലെങ്കിൽ ഈ പവിത്രമായ മാസത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രപരമായ, ആദർശപരമായ ചില ഗുണപാഠങ്ങൾ ഇത്തരം അറബി
ഹിജറ വർഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. ഹിജറ വർഷം അത് കണക്കാക്കുവാൻ, കലണ്ടർ രൂപീകരിക്കുവാൻ ഹിജറ 17 വർഷത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പല അഭിപ്രായങ്ങളും ഏതു മാസം കൊണ്ട് തുടങ്ങണം എന്നതിൽ ഉടലെടുത്തു. അതിൽ ചില ആളുകൾ പറഞ്ഞു പ്രവാചകന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട്, അതായത് നുബുവത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കാം. ചില ആളുകൾ മറ്റൊരു അഭിപ്രായം പറഞ്ഞു പ്രവാചകന്റെ വിയോഗം, അതിനെ നമുക്ക് കണക്കാക്കാം. എന്നാൽ ഉമർ റളിയല്ലാഹു പങ്കുവയ്ക്കുകയാണ് ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള, ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഹിജറയെ നമുക്ക് കണക്കാക്കാം. നബിയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അറബി മാസം, അതിൻ്റെ കലണ്ടർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 1448 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ, സ്വന്തം നാടും വീടും കുടുംബവും സമ്പത്തുമെല്ലാം ഇട്ടെറിഞ്ഞ് മദീന എന്ന പുതിയൊരു പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചതിൻ്റെ ചരിത്രപരമായ, എന്നാൽ വിശ്വാസികൾക്കേറെ ഗുണപാഠമുള്ള സംഭവ ബഹുലമായ സംഗതികളാണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നിട്ടുള്ളത്. അത് പഠിക്കുന്ന, നിഷ്പക്ഷമായി വായിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഗുണപാഠങ്ങൾ അതിൽ നിന്ന് ജീവിതത്തിൽ പകർത്താനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലൊന്നാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് മക്കയിലെ വിഭവങ്ങൾ കുറവായതുകൊണ്ടോ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുന്യവിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല മദീനയിലേക്ക് ഹിജറ പോയിട്ടുള്ളത്. മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അവർക്ക് ദുനിയാവ് ഒരു ലക്ഷ്യമേ അല്ലായിരുന്നു. കാരണം അവർ മക്കയിൽ സമ്പാദിച്ചത് മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ തൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട്, തൻ്റെ ആദർശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ അവിടെ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആദർശ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അതിലൊന്നാമത്തെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ നമുക്ക് ദുനിയാവ് ഒരു പ്രശ്നമായി മാറാൻ പാടില്ല. ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമെന്ന് പറഞ്ഞ് ദീനിനെ മാറ്റി നിർത്തുന്നവരാകരുത് ഞാനും നിങ്ങളും. മറിച്ച് ദുനിയാവിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി, അള്ളാഹുവിൻ്റെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഞാൻ നിലകൊള്ളും, അതിൻ്റെ നിലപാടായിരിക്കും ഞാൻ എടുക്കുന്നത് എന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. അതാണ് ഹിജറയിൽ നിന്ന് ഒന്നാമതായി നമുക്ക് പഠിപ്പിക്കപ്പെടുന്ന പാഠം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ ആദർശ സംരക്ഷണത്തിന്റെ പേരിൽ പല വിധത്തിലുള്ള അത്തരത്തിൽ ഓഫറുകൾ മുശ്രിക്കുകൾ നടത്തിയിരുന്നു. മക്കയിൽ പ്രവാചകൻ നിലകൊള്ളുവാനും എന്നാൽ ഈ ആദർശത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുവാനും പല രൂപത്തിലുള്ള ഓഫറുകൾ നൽകി. നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം നിങ്ങൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കൂ, അടുത്ത വർഷം നമ്മൾ നിങ്ങളുടെ ദൈവത്തെയും ആരാധിക്കാം. അങ്ങനെ പറഞ്ഞുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മുശ്രിക്കുകൾ തയ്യാറായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തിരിച്ചു പറഞ്ഞു കൊടുത്തത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്കും നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. നമ്മുടെ മതങ്ങൾ തമ്മിൽ യോജിച്ചു പോകില്ല. അതുകൊണ്ട് മതമൈത്രി അല്ല വേണ്ടത് നമ്മുടെ നാട്ടിലും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്.
അതുകൊണ്ട് തന്നെ എല്ലാ മത ആഘോഷങ്ങൾക്കും പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇതര സമുദായത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും മുസ്ലിം സമൂഹത്തിലെ ചില അല്പജ്ഞാനികളും അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളുമായിരിക്കും. അത്തരമൊരു ദുരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. പക്ഷേ ഹിജറ പഠിപ്പിച്ചു നൽകുന്നു, ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം ആചരിക്കാനും അതുപോലെ തന്നെ ആഘോഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ മതം ആചരിക്കാനും അത് ആഘോഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മതങ്ങൾ തമ്മിലുള്ള ലയനമല്ല വേണ്ടത്, മനുഷ്യ മൈത്രിയാണ് വേണ്ടത് എന്ന ഒരു അധ്യാപനം കൂടി നമുക്കവിടെ വായിച്ചെടുക്കാൻ സാധിക്കും. ആദർശ സംരക്ഷണമാണ് മുഖ്യം, ദുനിയാവിലെ നേട്ടങ്ങളല്ല മുഖ്യം എന്നും ഈ ഹിജറ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരു ഗുണപാഠം എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനത്തുകളെ കാത്തു സംരക്ഷിച്ചിടത്തുള്ള ആ ഒരു ദൃഢതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സുവരെ മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ പോലും അൽ അമീനായിരുന്നു. പിന്നീട് നുബുവത്ത് കിട്ടി, പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടപ്പോൾ എല്ലാവരും മുശ്രിക്കുകൾ അവർ ഒന്നടങ്കം പറഞ്ഞു, സാഹിർ, മജ്നൂൻ, കദ്ദാബ്, ഭ്രാന്തൻ എന്ന് വിളിച്ചു പ്രവാചകനെ. അൽ അമീൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് കള്ളൻ എന്ന് വിളിച്ചു. സത്യസന്ധൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് കള്ളൻ എന്ന് വിളിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ദൗത്യങ്ങളെയും, എത്രത്തോളം മുശ്രിക്കുകൾ പോലും തന്നിൽ ഏൽപ്പിച്ച ദൗത്യങ്ങളെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്ന വേളയിൽ അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായി പറഞ്ഞേൽപ്പിച്ച് ഇന്നത് ഇന്നയാളുടേതാണ്, ഇന്നത് നീ ഇന്ന കാര്യം പോലെ ആ വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കണം എന്നെല്ലാം പ്രവാചകനെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ, കൃത്യമായ അമാനത്തുകളെ ആ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ആ ഹിജറയുടെ വേളയിൽ പോലും ഒരാളോട് പോലും അനീതി കാണിക്കരുത് എന്നും അവർക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തു വീഴണമെന്നും കൃത്യമായ അധ്യാപനം പഠിപ്പിച്ച് വിശ്വസ്തത ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മദീനയിലേക്ക് പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദു അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകളെ അതിൻ്റെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം, നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൽപ്പിക്കുന്നുണ്ട്. വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവം, നിങ്ങൾ നീതിയോടുകൂടി പരസ്പരം വർത്തിക്കണം, നിങ്ങൾ നീതിയുക്തമായ രൂപത്തിലായിരിക്കണം വിധി കൽപ്പിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അവിടെ മുസ്ലിം അമുസ്ലിം എന്ന ഒരു വേർതിരിവില്ല. എല്ലായിടത്തും നീതി, അത് ആര് ചെയ്താലും ശരി നീതിയുക്തമായ രൂപത്തിലായിരിക്കണം നിങ്ങൾ വിധി കൽപ്പിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു നല്ല കുടുംബത്തിലുള്ള ഒരു പെണ്ണ് കട്ടപ്പോൾ അവളുടെ കൈമുറിക്കണമെന്ന വിധിയിൽ നിന്ന് ഒരൽപ്പം ഇളവ് ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന സ്വഹാബിയോട് പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ നീതിയുടെ നേർക്കാഴ്ചയായിരുന്നു അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ച വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ചില അമാനത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അമാനത്തുകൾ നമ്മൾ പലതും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് വിവാഹം. നമ്മുടെ ഭാര്യ, നേരെ തിരിച്ച് ഭർത്താവും, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ അമാനത്തുകളാണ്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലികൾ, കമ്പനികൾ, കടകൾ, ഇതെല്ലാം അമാനത്താണ്. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള മറ്റു ഭാരവാഹിത്വങ്ങൾ, ഇതെല്ലാം അമാനത്താണ്. ആ അമാനത്തുകളെ നിർവഹിക്കുവാൻ, ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരാളിനെ അത് വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കണമെന്നാണ് ഇസ്ലാം ഈ ഒരു ഹിജറയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലും അത് തന്നെയാണ് നമ്മെ ഉണർത്തിയത്. അതുകൊണ്ട് നീതിപൂർവമായി വിധിക്കുവാനും അതോടൊപ്പം അമാനത്തുകളെ പൂർത്തീകരിക്കുവാനും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത് തവക്കുലാണ്. ഏറ്റവും നല്ല തവക്കുലിന്റെ മാതൃക ഈ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ ഇനാം പ്രഖ്യാപിച്ച് പ്രവാചകന്റെ വീട് വളഞ്ഞ ആ ഒരു മുശ്രിക്കുകൾ, അതിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി നേരെ പ്രവാചകനും
അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജറയ്ക്ക് പോകുന്നത്. ആ ഒരു സമയത്ത് അലി റളിയല്ലാഹുവിന് അറിയാം, ഒരു പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ എന്നെ വധിക്കുമെന്നും ആ ഒരു കൊലപാതകം അല്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യത്തിൽ പോലും പ്രവാചകന്റെ വാക്കുകേട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ആ വിരിപ്പിൽ കിടക്കാൻ തയ്യാറായ ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് വളരെ പ്രസക്തമാണ്. അവിടെ തവക്കുലാണ്. അവിടെ അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും അവരുടെ വിശ്വാസ രംഗത്തുള്ള ആ ഒരു ദൃഢതയാണ് അവിടെ മനസ്സ് ആ ഒരു വിരിപ്പിൽ കിടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നുണ്ട്, വമൻ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ മതി. അവന്റെ ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും തുണയേകാൻ രക്ഷയേകാൻ അല്ലാഹു മതി എന്ന പാഠം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ അത് വായിച്ചെടുക്കുന്നുണ്ട്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയുന്ന സന്ദർഭത്തിൽ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ അത് വായിച്ചെടുക്കുന്നുണ്ട്. ചെങ്കടലിന്റെ നടുവിൽ, അതുപോലെ തന്നെ ചെങ്കടലും ഇപ്പുറത്ത് ഫിറഔനും കൂട്ടരും വധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഹസ്ബി അല്ലാഹു എനിക്ക് വഴി കാണിച്ചു നൽകും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പ്രവാചകന്മാരുടെ ജീവിതം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് തന്നെയാണ് ഈ ഹിജ്റയിലും അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് ആ ഒരു തവക്കുലിനെ വിട്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുന്നതിനെ വിട്ട് ഏതെങ്കിലും നൂലിലോ ഏലസിലോ ഉറുക്കിലോ ഭരമേൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ റബ്ബിനോട് മാത്രമാണ്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഏത് ബുദ്ധിമുട്ടിലും ഏത് കഷ്ടപ്പാടിലും നമുക്ക് ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ റബ്ബിനോട് മാത്രമാണ്. ഒരു നൂലിലേക്കോ ഒരു ഏലസിലേക്കോ ഏതെങ്കിലും ഒരു ശക്തിയിലേക്കോ അല്ല നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്. മറിച്ച് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, സർവ്വതും തവക്കുലേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്ന് ഈ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നാലാമത്തത് ത്യജിക്കുക, സഹിക്കുക എന്നതാണ്. ത്യജിക്കുക, സഹിക്കുക എന്നത് ചിലതിന് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യമല്ല. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആ ബിസിനസ്സിലേക്ക് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യം കുറെ സമ്പത്തുകളും സമയങ്ങളും അതിനുവേണ്ടി വിനിയോഗിക്കണം. അതിനുശേഷമായിരിക്കും അതിൽ ലാഭങ്ങൾ ഇങ്ങോട്ട് വന്നു തുടങ്ങുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. കുറച്ചൽപ്പം സഹിച്ചാൽ മാത്രമാണ് നമുക്ക് ഏത് നേട്ടവും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദുന്യവിയായ കാര്യങ്ങളാണെങ്കിൽ പോലും അപ്രകാരമാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയാൽ മാത്രമേ ആ പഠനത്തിൽ മികവ് പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്കൂളിൽ പോയി വീട്ടിൽ വന്ന് വീണ്ടും അതിനെക്കുറിച്ച് പഠിച്ചും അതിനെക്കുറിച്ച് വായിച്ചുമെല്ലാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതല്ല, നമുക്ക് ആ സമയം വിനിയോഗിക്കാൻ കഴിയാതെ കളിയിലും വിനോദങ്ങളിലും ഫോണിലുമായി കൊണ്ട് കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് ശേഷം വരുന്ന റിസൾട്ടുകളിൽ പലപ്പോഴും ചെറിയ പോരായ്മകൾ, കുറവുകൾ വന്നേക്കാം. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ത്യജിക്കുക എന്നത് മാത്രമാണ് നമുക്ക് വേണ്ടത്. അവിടെ ത്യജിച്ചാൽ മാത്രമാണ് റിസൾട്ടിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നതുപോലെ സഹോദരങ്ങളെ, ഹിജ്റ എന്നത് ഒരു ത്യാഗമാണ്. തൻ്റെ നാട് വിട്ട്, തൻ്റെ കുടുംബം വിട്ട്, തൻ്റെ സമ്പത്തിനെ ഇട്ടെറിഞ്ഞ് നാളെ പരലോകത്തേക്ക് വേണ്ടി, അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ സ്വഹാബത്ത്, പ്രവാചകനും സ്വഹാബത്തും മദീനയിലേക്ക്, ആ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെന്നറിയോ? വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ല. മക്കയിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒരു ഉയർന്ന പ്രദേശത്തെത്തിയപ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എനിക്കറിയാം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായ നാട് ഈ നാടാണെന്ന് എനിക്കറിയാം. അല്ലേ? ഹറം പരിധിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകിയിട്ടുള്ളത്. അത്രയും വലിയ പുണ്യങ്ങളുള്ള നന്മകൾ നിറഞ്ഞ ആ നാട്ടിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അവിടെ പ്രവാചകൻ പറയുന്നു, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ല. എനിക്കറിയാം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായ നാട് എന്നത്, ഭൂമി എന്നത് ഈ മക്കയാണെന്ന് എനിക്കറിയാം. തീർന്നില്ല. പ്രവാചകൻ പറയാണ്,
അള്ളാഹുവിന് ഇഷ്ടമുള്ള നാടുകളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഈ പ്രദേശമാണെന്നും എനിക്കറിയാം. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഈ നാട്ടിലുള്ള ആളുകൾ എന്നെ പുറത്താക്കിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നാണ്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഭൂമി, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഹൈറായ ഭൂമി, ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ച് അങ്ങനെ ഹൈറായ നാട്ടിൽ നിന്നാണ് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. അപ്പോൾ ഒരു നന്മയെ അവിടെ തൻ്റെ ആദർശ സംരക്ഷണത്തിനു വേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കുകയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഭൂമിയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അള്ളാഹു ഖൈറായി കൊണ്ട് പഠിപ്പിച്ച ഒരു ഭൂമിയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ത്യാഗമുണ്ട്, അവിടെ വിട്ടുവീഴ്ചകളുണ്ട്, അവിടെ ചിലത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് മറ്റു ഖൈറിലേക്ക് വേണ്ടി പോകുന്നത്. ആ നഷ്ടം സംഭവിച്ചപ്പോൾ, ആ നഷ്ടം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അപ്പുറത്തു കിട്ടിയത് ഒരു വലിയ ഇസ്ലാമിക സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ ഹിജ്റ നൽകുന്ന പാഠത്തിൽ നമുക്ക് വായിച്ചെടുക്കാനുള്ളത്, നമുക്ക് ചിലത് നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലിയ ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന്. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നമുക്ക് പരലോകത്തൊന്നും നഷ്ടപ്പെടാനില്ല. ആദർശ സംരക്ഷണത്തിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആശങ്കപ്പെടേണ്ടതുമില്ല. മറിച്ച് അതിനേക്കാൾ ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നാണ് ഹിജ്റ നൽകുന്ന മറ്റൊരു പാഠം. അതിൽ ക്ഷമിക്കാനും ത്യജിക്കാനും നമ്മൾ തയ്യാറാകണമെന്നാണ് ഈ ഒരു ചരിത്രം നമ്മെ ഉണർത്തുന്നത്. അഞ്ചാമത്തത്, ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും വിശ്വാസികൾക്ക് സഹായിയായിക്കൊണ്ട് അള്ളാഹു കൂടെയുണ്ട് എന്നാണ്. അള്ളാഹു കൂടെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി മക്കയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഒരല്പ ദൂരം താണ്ടുമ്പോഴേക്ക് 100 ഇനാം ഒട്ടകം പ്രഖ്യാപിക്കുകയാണ് തലയറുത്തു വരാൻ. മുശ്രിക്കുകൾ ആകമാനം പരന്ന് സെർച്ച് ചെയ്തു, അന്വേഷിക്കുകയാണ് പ്രവാചകനെ തല കൊയ്യാൻ വേണ്ടി. അവസാനം സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി ഒളിച്ചിരുന്ന സന്ദർഭം ഒരു വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു. അവിടുന്ന് 3 ദിവസമാണ് ആ ഒരു ഗുഹയിൽ, ഒരാൾക്ക് പോലും മര്യാദയ്ക്കിരിക്കാൻ കഴിയാത്ത ആ ഗുഹയിൽ 2 പേര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. നേരെ മുകളിലേക്ക് മക്കയിലെ മുശ്രിക്കുകൾ എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ലൗ അന്ന അഹദഹും റഫഅ ഖദമിഹി റആന. പ്രവാചകൻ പറയാണ്, റസൂലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ, റസൂലേ, അവരെങ്ങാനും അവരുടെ കാലിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ കാലിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകരെ നമ്മളെ കാണും. കാരണം ഗുഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഗുഹയായിരുന്നില്ല സൗർ ഗുഹ. അത് കണ്ടവർക്കറിയാം. 2 പേര് മര്യാദയ്ക്കിരുന്നാൽ ഒന്ന് ഉള്ളിലേക്ക് ഒളിച്ചിരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചെറിയ ഗുഹയായിരുന്നു. ആ ഗുഹയുടെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് നോക്കിയാൽ അവരെ കാണാം എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആശങ്ക. കണ്ടു കഴിഞ്ഞാലോ തല കൊയ്യും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനം നമുക്ക് ഹിജ്റയിൽ നിന്ന് നേടിയെടുക്കേണ്ട ഏറ്റവും മൂല്യവത്തായ പാഠമാണ്. പലപ്പോഴും നമുക്കെതിരെ ആരെങ്കിലും ഇതര സമുദായത്തിൽപ്പെട്ട ഇതര വിശ്വാസികളായ ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നമുക്കെതിരെ, വിശ്വാസികൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ പാഞ്ഞെടുക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല എന്നാണ് ഈ ചരിത്രം പറയുന്നത്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ ദൃഢതയുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിഷ്കളങ്കമായ രൂപത്തിൽ ആ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബൂബക്കർ, മാ ളന്നുക യാ അബൂബക്കർ, ഏയ് അബൂബക്കർ, നിന്റെ വിചാരം എന്താണ്? ബിസ്നൈൻ, 2 പേരുടെ വിഷയത്തിൽ, അത് വിശ്വാസികളായ 2 പേരുടെ വിഷയത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു സാലിസുഹുമാ, ആ 2 വിശ്വാസികളുടെ വിഷയത്തിൽ സഹായിയായിക്കൊണ്ട്, ശത്രുക്കെതിരെ നിലകൊള്ളുന്നവനായിക്കൊണ്ട്, അല്ലാഹു 3-മനായിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശത്രുക്കൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും
അവിടെ ഒരൽപ്പം താഴേക്ക് അവർ നോക്കിയാൽ നമ്മുടെ കഥ കഴിയുമെന്ന ഒരു അവസ്ഥയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് തുണയേകാൻ, നമ്മെ സഹായിക്കാൻ, ശത്രുക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന വലിയ അചഞ്ചലമായ പാഠമാണ്. ഏറ്റവും നല്ല വിശ്വാസമാണ്, സമാധാനത്തിന്റെ വാക്കുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിർഭയത്വം വേണമെങ്കിൽ അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിച്ച്, റബ്ബിൽ വിശ്വസിച്ച്, ആ റബ്ബിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിൽ ശരിയായ നിലക്ക് വിശ്വാസത്തെ പൂർത്തീകരിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അക്രമം, അതായത് ശിർക്ക് കടത്തിക്കൂട്ടാത്ത രൂപത്തിൽ അവന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു സന്മാർഗം സിദ്ധിച്ചത് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ ഹിജ്റയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ആറാമത്തെ പാഠമെന്നത് സ്നേഹവും സാഹോദര്യവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ ആളുകളിൽ സമ്പത്തില്ല, ഭാര്യമാരില്ല, അല്ലെങ്കിൽ സ്വത്തില്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള വിഭവങ്ങളൊന്നും കയ്യിലില്ലാതെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് അൻസാരികളെയും മുഹാജിറുകളെയും സഹോദരങ്ങളാക്കി എന്നാണ്. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന പാവപ്പെട്ടവരായ പട്ടിണി പാവങ്ങളെ മദീനയിലെ അൻസാരികളായ സഹാബികളുമായി കൊണ്ട് പരസ്പരം സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചു. ആദർശ വിഷയത്തിൽ അവർ സഹോദരങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയും സഹോദരങ്ങളാക്കിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല അബ്ദുറഹ്മാൻ, താങ്കൾക്ക് എൻ്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം നിങ്ങൾക്ക് തരാം, എൻ്റെ വീട്ടിൽ ഒരു ഓഹരി നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങൾക്ക് ഞാൻ സൗകര്യപ്പെടുത്തി തരാം, ഇതാ എൻ്റെ ഭാര്യമാർ നിൽക്കുന്നു, ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഞാൻ അവളെ തൊലാക്ക് ചൊല്ലി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് സാഹോദര്യ സഹവർത്തിത്വത്തിന്റെ ഏറ്റവും നല്ല പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ പ്രവർത്തിച്ചു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്കിടയിൽ പാവപ്പെട്ടവരുണ്ട്, നമുക്കിടയിൽ പട്ടിണിപ്പാവങ്ങളുണ്ട്. അവരെ കണ്ടെത്തുവാനും ആദർശത്തിന്റെ വിഷയത്തിൽ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട പ്രയാസങ്ങളെ ദൂരീകരിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നത് ഈ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതിനേക്കാൾ വലുത് സഹോദരങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്, ഒരിക്കലും ശത്രുത വെച്ച് പുലർത്തേണ്ടവരല്ല. എന്തെങ്കിലും ഈ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്ത് ആ സ്നേഹബന്ധം, സാഹോദര്യ ബന്ധം, ഇതൊരിക്കലും കുടുംബ ബന്ധം പോലുമല്ല. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. ഒരു കുടുംബം പോലുമല്ലാത്ത ആ ഒരു ആദർശത്തിന്റെ പേരിൽ മാത്രം ബന്ധം സ്ഥാപിച്ചപ്പോൾ അവരെല്ലാം കൊടുക്കാൻ തയ്യാറായി. തന്റെ സമ്പത്തിന്റെ പകുതി മുഴുവൻ അവർക്ക് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകൾക്ക് കൊടുക്കാൻ അൻസാരികൾ തയ്യാറായി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഒരു 100 രൂപ ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിനെ പരിശോധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അവിടെ വിശ്വാസത്തെ എടുത്തു പറഞ്ഞത്, കുടുംബത്തെയല്ല, വിശ്വാസത്തെ. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ, ഇഖ്വ, അവർ സഹോദരങ്ങളാകുന്നു. ഈ നാട്ടിലെ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. സാഹോദര്യം നിലനിർത്തേണ്ടവരാണ്, സാഹോദര്യത്തെ കാത്തു സംരക്ഷിക്കേണ്ടവരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവനെ കുറ്റപ്പെടുത്തി ഇവനെ മോശപ്പെടുത്തി ആ രൂപത്തിൽ പിരിഞ്ഞു നടക്കേണ്ടവരല്ല. മറിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും ഉണ്ടാകേണ്ടതാണ് ഈ ഒരു ഹിജ്റ നൽകുന്ന പാഠമെന്നത് നമ്മൾ ഉൾക്കൊള്ളുക. 7-മത്തത്, ഒരു ജനപദത്തെ ഉത്തമരാക്കിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലല്ല, മദീനയിലേക്ക് എത്തിപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമല്ല. ഒരു ജനപദത്തെ കുൻതും ഖൈറ ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകുമാറ് ആ ഒരു സഹാബത്തിനെ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മക്കയിലെ കുറെ ത്യാഗങ്ങളായിരുന്നു. മക്കയിലെ ത്യജിക്കുന്ന
അതുപോലെ തന്നെ സമർപ്പിക്കുന്ന സമർപ്പണ ബോധത്തിന്റെ ചില നേർക്കാഴ്ചകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മദീനയിലേക്ക് എത്തിയതും ആ മദീനയിൽ പിന്നെയും ആ ഒരു ദീനിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ കണിശത പാലിച്ചതുകൊണ്ടും അവർക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റ്. ഹിജറ നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠമാണ്, ഹിജറയ്ക്ക് മുമ്പ് സഹാബത്ത് സഹിച്ചിരുന്നു, ക്ഷമിച്ചിരുന്നു. നമുക്ക് ഐശ്വര്യം വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമുക്ക് പ്രയാസങ്ങൾ വന്നേക്കാം. ഈ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചിരിക്കണം. നിങ്ങൾ സ്വർഗത്തിൽ എളുപ്പം നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോ പ്രതിസന്ധികളില്ലാതെ വിജയങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടല്ലാതെ വിജയം നമുക്ക് കൈവരിക്കാൻ സാധ്യമല്ല. ഒരു മുക്കുവൻ തിരമാലകൾ തീർന്നതിന് ശേഷം മീൻ പിടിക്കാനായി കടലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അവന്റെ ജീവിതകാലത്ത് ഒരിക്കലും അവന് മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. മറിച്ച് ആ തിരമാലകളെപ്പോലും ആർത്തിരമ്പി വരുന്ന ആ തിരമാലകളെപ്പോലും കവച്ചു വെച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കടലിന്റെ ഉള്ളിലേക്ക് ചെന്ന് മീൻ പിടിക്കാൻ അവന് സാധ്യമാവുകയുള്ളൂ എന്നതുപോലെ ഈ ഹിജറ നൽകുന്ന പാഠം, മക്കയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ എല്ലാം ഇട്ടെറിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഈ വിജയം വിശ്വാസികൾക്ക് കൈവരിക്കാൻ സാധ്യമല്ലായിരുന്നു. മറിച്ച് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രയാസങ്ങളെ മാറ്റി നിർത്തി അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് സഹിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം നൽകി, അവിടെ ആധിപത്യം നൽകി, അവിടെ വിജയം നൽകി, അവിടെ വിശ്വാസികൾ കൂടുതലായിക്കൊണ്ട് കടന്നു വന്നു. പിന്നെയോ വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകി. പല വിധത്തിലുള്ള ആഹ്വാനങ്ങൾ, പല വിധത്തിലുള്ള എടുത്തു പറയലുകൾ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. കണ്ടോ, അവിടെ ആദ്യം എണ്ണിയത് വിശ്വസിച്ച, അതോടൊപ്പം ഹാജറു, അൻസാരികളെ എണ്ണുന്നതിന് മുമ്പ് മുഹാജിറുകളെ എണ്ണി, ശേഷം അൻസാരികളെ എണ്ണുകയാണ്. പിന്നീടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവൂ വനസറു, സഹായിക്കുകയും സഹവർത്തിത്വങ്ങൾ നടത്തുകയും ചെയ്തവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അപ്പോൾ ശരിയായ വിശ്വാസി ആര് എന്ന് ചോദിച്ചാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശരിയായ വിശ്വാസികൾ അത് പ്രവാചകന്റെ അനുചരന്മാരായ സ്വഹാബത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തീർന്നില്ല, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണ് അവർ. അല്ലാഹുവിന്റെ തൃപ്തി കൈവരിച്ചു ഈ ഹിജ്റയിലൂടെ. അതുപോലെ തന്നെ മുന്നോട്ടുള്ള ബാക്കി മദീന ജീവിതത്തിലൂടെ അവർ അല്ലാഹുവിന്റെ തൃപ്തി കൈവരിച്ചു എന്നാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അവിടെയും ആദ്യം എണ്ണിയത്, മുൻകടന്നവരിൽ ആദ്യം എണ്ണിയത് മുഹാജിറുകളെയാണ്, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്നവരെയാണ്. രണ്ടാമത് വൽ അൻസാർ, സഹാബികളെ സ്വീകരിച്ച, മുഹാജിറുകളെ സ്വീകരിച്ച മദീന നിവാസികളായ സഹാബികളെയാണ്. തീർന്നില്ല, വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദു അൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്നാണ്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ കാരണമായ സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ദീനിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ ഒരു ഹിജ്റയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്തെടുത്തതാണ്. സഹാബികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലാഹ് സെലക്ട് ചെയ്തതാണ്. നിങ്ങൾ ഉത്തമമായ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമവരായ ആളുകളാണ് നിങ്ങൾ എന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ സമൂഹം എന്നത്, സമുദായം എന്നത് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ആദ്യ തലമുറയാണ്, പിന്നീട് രണ്ടാമത് വന്ന താബിഈകളാണ്, പിന്നീട് താബിഈങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരങ്ങളെ, ഉത്തമനാകണം, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, അത് ദീനിന്റെ വിഷയത്തിൽ വരുന്ന, പ്രത്യേകം നോട്ട് ചെയ്യുക, ദീനിന്റെ വിഷയത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധം അനുഷ്ഠിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഉൾപ്പെടുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഹിജ്റ നൽകുന്ന പ്രധാന പാഠങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഹിജ്റ എന്നത് പ്രവാചകനിലും സഹാബത്തിലും മാത്രം ഒതുങ്ങിക്കൂടുന്നില്ല എന്നതാണ്. ഹിജ്റ എന്നത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പുണ്യകർമ്മം കൂടിയാണ്. എന്നാൽ നമ്മളും ഹിജ്റ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഹിജ്റ ചെയ്യേണ്ടവരാണ്. ഇന്ത്യയിൽ നിന്ന് യമനിലേക്കല്ല. അങ്ങനെ ചില അല്പജ്ഞാനികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ ഹിജ്റ പോയിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ വാജിബാണ് എന്ന് പഠിപ്പിക്കുന്ന ചില ഹിജ്റകൾ നമുക്ക് കാണാൻ കഴിയും. ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഹിജ്റ ചെയ്യണം. എങ്ങനെയുള്ള ഹിജ്റ? അത് പണ്ഡിതന്മാർ പറയാൻ അൽ ഹിജ്റത്തു ഫർദുൻ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ഹിജ്റ എന്നത് ഫർദാൻ, നിർബന്ധ ബാധ്യതയാണ് എനിക്കും നിങ്ങൾക്കും. എങ്ങനെയുള്ള ഹിജ്റയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, മിനൽ ജഹ്ലി ഇലൽ ഇൽം, അജ്ഞതയിൽ നിന്ന് അറിവ് നേടിക്കൊണ്ടുള്ള ഹിജ്റ. അപ്പോൾ ഇവിടെ ഖുർആൻ ക്ലാസ്സുകൾ, CRI ക്ലാസ്സുകൾ, മദ്രസ സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ വിജ്ഞാന വേദികൾ, വ്യത്യസ്തമായ സംരംഭങ്ങൾ ഇന്ന് വിപുലമാണ്, എമ്പാടുമുണ്ട്. ആ ഒരു അറിവ് നേടാൻ നമ്മൾ ഹിജ്റ ചെയ്യണം എന്നാണ്. അത് അറിവ് യമനിൽ മാത്രമല്ല, നമ്മുടെ നാടിലുണ്ട്, നമ്മുടെ പള്ളിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൻ്റെ തിരക്കുകൾക്കിടയിൽ അറിവ് നേടാനുള്ള ഒരു ഹിജ്റ, ഒരു മനസ്സിൻ്റെ ത്യാഗം, ശരീരത്തിൻ്റെ ത്യാഗം, സമയത്തിൻ്റെ ത്യാഗം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. തീർന്നില്ല. ഒമിനൻ നിസിയാനി ഇല ദിക്ർ. ചില ആളുകൾ ഒരു പെരുന്നാൾ വരുമ്പോഴോ, അല്ലെങ്കിൽ റമദാൻ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ചില ആളുകൾ അതിനു മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ദിക്റില്ല, പ്രാർത്ഥനകളില്ല, അല്ലെങ്കിൽ ഇബാദത്തുകളുടെ വിഷയത്തിൽ നിസ്കാരം പോലും അധികം കണിശത പാലിക്കാത്ത രൂപത്തിൽ തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അവിടെയാണ് ഹിജ്റ വേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞത് വമിനൻ നിസിയാനി ഇല ദിക്ർ, മറന്നു പോകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഗഫലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് അവർ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഹിജ്റ ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത്. മൂന്നാമത്തത് വമിനൽ മഅസിയതി ഇല ത്വാഅ, തിന്മകളിൽ നിന്ന് ഹിജ്റ ചെയ്യണം. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. തിന്മയിൽ നിന്ന് നമ്മൾ ഹിജ്റ ചെയ്യണം. ഏതിലേക്ക്? അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലേക്ക്. അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞ ആ ഒരു അനുസരണം നമുക്കുണ്ടാകണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് അതിലേക്ക് ഹിജ്റ ചെയ്യാൻ, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഹിജ്റ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കാൻ, അനുസരിക്കാൻ നമുക്കൊരു ഹിജ്റ അത്യാവശ്യമാണ്. അത് നിർബന്ധ ബാധ്യതയാണ്. തീർന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് ഒമിനൽ ഇസ്റാറി ഇല തൗബ. ഇനി തിന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരം ഖുതുബകൾ കേട്ടു, തിന്മകൾ പാടില്ല എന്ന് മനസ്സിലായി. ആ തിന്മകൾ പാടില്ല എന്ന് കേട്ടിട്ട് എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഹിജ്റ ചെയ്യണം തൗബയിലേക്ക്. തെറ്റുകൾ ഒഴിവാക്കി നിങ്ങൾ തൗബ ചെയ്യണം എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ തൗബ ചെയ്യണം, നാസിഹായ നിഷ്കളങ്കമായ തൗബ ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ, പവിത്രമായ മാസത്തിൽ, പുതിയൊരു വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞു പോയതിനെയെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ, തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ഹിജ്റ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം പണ്ഡിതന്മാർ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയ മറ്റൊരു വിഷയമാണ് വയജിബു അലൽ മുസ്ലിമി അൻ യഹ്ജുറ അൽ ബിദ്അ ഇല സുന്ന. പുത്തൻ ആശയത്തിൽ നിന്നും പുത്തൻ ആചാരങ്ങളിൽ നിന്നും
ഒരു മനുഷ്യൻ ഹിജറ ചെയ്യണം. എന്തിലേക്ക്? സുന്നത്തിലേക്ക്, പ്രവാചകന്റെ ജീവിതത്തിലേക്ക്, പ്രവാചകന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഹിജറ ചെയ്യണം എന്നാണ്. ബിദ്അത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ബിദ്അത്തുകൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ബിദ്അത്തിനെ ഒഴിവാക്കി സുന്നത്തിലേക്ക് ഹിജറ ചെയ്യണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ പാഠങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫഅയ്യുൽ ഹിജ്റതി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഹിജറ ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഹ്ജുറ മാ കരിഹല്ലാഹ്, അല്ലാഹു വെറുക്കുന്ന ഒരു കാര്യം അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്, അതിൽ നിന്ന് ഓടിയകലാണ്. അതായത് അല്ലാഹു വെറുക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്ന് ഹിജറ ചെയ്യുന്നവനാണ്, അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും നല്ല ഹിജറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹു വെറുക്കുന്നത് മാറ്റി നിർത്തി അല്ലാഹു ഹറാമാക്കിയത് പോലും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുമ്പോൾ, പലിശ, ഞാൻ കഴിഞ്ഞ ഖുത്ബകളിൽ സൂചിപ്പിച്ചിരുന്നു, ആ പലിശയ്ക്ക് പിന്നാലെ പോകുന്ന മുസ്ലിം ഉമ്മത്ത് ഈ ഉമ്മത്തിലുണ്ട് എന്നാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കച്ചവടത്തെ അല്ലാഹു ഹലാലാക്കി, റിബയെ, പലിശയെ അല്ലാഹു ഹറാമാക്കി. എന്നിട്ടും ആ ഹറാമിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഹിജറ? അല്ലാഹു വെറുക്കുന്ന കാര്യത്തിൽ നിന്ന് പോലും വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ ഹറാമിന്റെ പിന്നാലെയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ, സഹോദരങ്ങളെ, ഈ പള്ളിയിൽ ജുമുഅയ്ക്ക് കൂടിയ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു വെറുക്കുന്ന കാര്യത്തിൽ നിന്നെങ്കിലും, അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് ഈ ഹിജറയുടെ പാഠം ഉപകാരപ്പെടേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മുഹാജിർ എന്ന് പറയുന്നിടത്ത് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ മതത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കാൻ, അള്ളാഹു വിരോധിച്ചതിനെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഹിജറ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്യുക. ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ, തെറ്റുകൾ, അതിനെ ഓർത്ത് കണ്ണീരൊഴുപ്പിച്ച് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, അള്ളാഹു വിളിക്കുകയാണ്, വിശ്വാസികളെ വിളിക്കുകയാണ്, നിങ്ങൾ തൗബ ചെയ്യൂ എന്ന്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കുറച്ച് സമയം റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി കണ്ണുകൾ നനയിപ്പിച്ച് റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് പാപമോചനം തേടിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനില്ല. മറിച്ച് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, തൗബ ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ മാസത്തിൽ, പവിത്രമായ ഈ മാസത്തിൽ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ജൂലൈ 23 വരെയാണ് ഹജ്ജിന്റെ ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസരം. ഈ ഹിജറയുടെ ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ കഥ കേട്ട, ചരിത്രം കേട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കുറഞ്ഞ ഒരു സമ്പത്ത്, 8 ലക്ഷമോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള സമ്പത്ത് എടുക്കാനുള്ളവർ, അവർ അവരുടെ സമ്പത്തിനെ ത്യജിക്കാൻ, സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഈ ഹിജറയുടെ പാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസികളുണ്ടെങ്കിൽ, അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടിയുള്ള അപേക്ഷകൾക്ക് ഇവിടെ ക്ഷണം വന്നിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ ക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി പഠിച്ച് ഹജ്ജ് നിർവഹിക്കുവാനുള്ള, അടുത്ത അവസരം കിട്ടുവാനുള്ള ആത്മാർത്ഥതയോടുകൂടി, താല്പര്യത്തോടുകൂടി ഹജ്ജിനെ സമർപ്പിക്കാൻ, ഹജ്ജിന്റെ അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാ ഖൈറുകളിലും മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുള്ള നന്മകൾ സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, വിശ്വാസി സമൂഹം, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.